ഡിയർ സ്റ്റുഡൻസ്, എക്സോട്ടിക്കിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിത്ത് എം എസ്. കമ്പ്യൂട്ടർ സയൻസ് ക്ലാസ്സാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ പഠിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററാണ്. രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേര് കൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. കൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ കൺസെപ്റ്റിനെ കുറിച്ച് പഠിക്കാനുള്ള കാരണം, നമ്മൾ പഠിച്ചത് C++ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിരുന്നു. ആ C++ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഏറ്റവും വലിയ ഫീച്ചറാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. അപ്പോൾ അതുകൊണ്ടാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൻ്റെ കൺസെപ്റ്റിനെ കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ ആദ്യം പഠിക്കുന്നത് പ്രോഗ്രാമിംഗ് പാരാഡിഗമാണ്. പ്രോഗ്രാമിംഗ് പാരാഡിഗം എന്ന് വെച്ചാൽ ദ വേ ഓഫ് ഓർഗനൈസിങ് പ്രോഗ്രാം ഈസ് കാൾഡ് പ്രോഗ്രാമിംഗ് പാരാഡിഗം. ഒരു പ്രോഗ്രാമിനെ ഓർഗനൈസ് ചെയ്യുന്ന രീതിയെ പറയുന്ന പേരാണ് പ്രോഗ്രാമിംഗ് പാരാഡിഗം. പാരാഡിഗം മീൻസ് ദ വേ ഓഫ് ഓർഗനൈസിങ് പ്രോഗ്രാമിംഗ് ഈസ് കാൾഡ് പ്രോഗ്രാമിംഗ് പാരാഡിഗം. അതിന് പ്രധാനമായും C++ ഫോളോ ചെയ്യുന്ന പാരാഡിഗംസ് എന്ന് പറയുന്നത് 2 types ഓഫ് പാരാഡിഗംസ്: പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആൻഡ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. അപ്പം C++ ഫോളോ ചെയ്യുന്നത് 2 ടൈപ്പ് പാരാഡിഗംസ് ആണ്. ഒന്ന് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരാഡിഗവും മറ്റൊന്ന് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരാഡിഗവും. പ്രോഗ്രാമിംഗ് പാരാഡിഗം എന്തെന്ന് വെച്ചാൽ ദ വേ ഓഫ് ഓർഗനൈസിങ് പ്രോഗ്രാം ഈസ് കാൾഡ് പ്രോഗ്രാമിംഗ് പാരാഡിഗം, ഓർ ദ സ്റ്റൈൽ ഓഫ് പ്രോഗ്രാമിംഗ് ഈസ് കാൾഡ് പ്രോഗ്രാമിംഗ് പാരാഡിഗം. ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 2 types: പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഓർ POP, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഓർ OOP. ഇങ്ങനെ പ്രോഗ്രാമിംഗ് പാരാഡിഗത്തെ 2 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യത്തത് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ്. POP എന്താണെന്നാണ്. അപ്പം പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരാഡിഗം ഗീവ്സ് മോർ ഇമ്പോർട്ടൻസ് ടു ദി പ്രൊസീജിയർ റാദർ ദാൻ ഡേറ്റ. ഡേറ്റയേക്കാൾ പ്രൊസീജിയറിന് പ്രാധാന്യം കൊടുക്കുന്ന പാരാഡിഗംസിനെ പറയുന്ന പേരാണ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരാഡിഗം. അപ്പോൾ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരാഡിഗം ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു പ്രൊസീജിയർ റാദർ ദാൻ ഡേറ്റ. ഡേറ്റയേക്കാൾ പ്രാധാന്യം പ്രൊസീജിയറിനാണ് കൊടുക്കുന്നതെങ്കിൽ, നമ്മളൊരു പ്രോഗ്രാം എഴുതുമ്പോൾ ആ പ്രോഗ്രാമിനകത്തുള്ള ഉപയോഗിക്കുന്ന ഡേറ്റയേക്കാൾ പ്രാധാന്യം അതിനകത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ സച്ച് പാരാഡിഗംസ് ആർ കാൾഡ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരാഡിഗംസ്. ആ പാരാഡിഗംസിനെ പറയുന്ന പേരാണ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരാഡിഗം. അതിന് എക്സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്ക് C എന്ന ലാംഗ്വേജ് നമ്മൾ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ C++ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി സഹായിച്ച C എന്ന ലാംഗ്വേജും, അതുപോലെ തന്നെ കോബോൾ എന്ന ലാംഗ്വേജും, സിയും കോബോളുമൊക്കെ ഏതിന് എക്സാമ്പിളാണ്? പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരാഡിഗത്തിന് എക്സാമ്പിളാണ്. അപ്പം പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരാഡിഗം എന്ന് വെച്ചാൽ, ഇൻ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരാഡിഗം ഫോക്കസ് ഈസ് ഗിവൺ ടു പ്രൊസീജിയർ റാദർ ദാൻ ഡേറ്റ. എക്സാമ്പിൾ C, കോബോൾ. ഇനി രണ്ടാമത്തെ ഈ പ്രൊസീജിയർ ഓറിയൻറ്റഡ്, അതുപോലെ രണ്ടാമത്തെ പാരാഡിഗംസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരാഡിഗമാണ്. ഊപ്സ്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരാഡിഗം. അതിൻ്റെ പ്രത്യേകത, ഇറ്റ് ഗീവ് ഫോക്കസ്, അല്ലെങ്കിൽ ഇറ്റ് ഗീവ് ഇമ്പോർട്ടൻസ് ടു ദി ഒബ്ജക്ട്സ് ഓർ ഡേറ്റ റാദർ ദാൻ പ്രൊസീജിയർ. ഡേറ്റയ്ക്ക് പ്രാധാന്യം കൊടുക്കുകയും പ്രൊസീജിയറിന് പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന, അതിന് കൂടുതൽ പ്രാധാന്യം ഡേറ്റയ്ക്കാണ് കൊടുക്കുന്നതെങ്കിൽ, ഒബ്ജക്ട്സിനാണ് കൊടുക്കുന്നതെങ്കിൽ സച്ച് പാരാഡിഗംസ് ആർ കാൾഡ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരാഡിഗം. അപ്പോൾ ഇൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരാഡിഗം ദ ഇമ്പോർട്ടൻസ് ഈസ് ഗിവൺ ടു ദി ഡേറ്റ റാദർ ദാൻ പ്രൊസീജിയർ. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ആ ലാംഗ്വേജ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എക്സാമ്പിൾ എന്ന് പറയുന്നത് C++ എന്ന് പറയുന്ന ലാംഗ്വേജ്, അതുപോലെ തന്നെ ജാവ ആർ എക്സാമ്പിൾസ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരാഡിഗം. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരാഡിഗം ഉപയോഗിക്കുന്ന ലാംഗ്വേജസ് ആണ് C++, ജാവയും. അപ്പം പാരാഡിഗംസ് എന്ന് വെച്ചാൽ ദ വേ ഓഫ് ഓർഗനൈസിങ് പ്രോഗ്രാം ഈസ് കാൾഡ് പാരാഡിഗംസ്. ദെയർ ആർ 2 types ഓഫ് പാരാഡിഗംസ്: പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരാഡിഗംസ് ആൻഡ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരാഡിഗംസ്. പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരാഡിഗം ഗീവ്സ് ഇമ്പോർട്ടൻസ് ടു ദി പ്രൊസീജിയർ റാദർ ദാൻ ഡേറ്റ. എക്സാമ്പിൾ C, കോബോൾ, എക്സെട്ര. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരാഡിഗം ഗീവ്സ് ഫോക്കസ് ടു ദി ഒബ്ജക്ട്സ്. ഒബ്ജക്റ്റിനാണ് എന്ത് കൊടുക്കുന്നത്? ഫോക്കസ് കൊടുക്കുന്നത് റാദർ ദാൻ പ്രൊസീജിയർ. പ്രൊസീജിയറിനേക്കാൾ പ്രാധാന്യം ഒബ്ജക്റ്റിനാണ് കൊടുക്കുന്നതെങ്കിൽ സച്ച് പാരാഡിഗംസ് ആർ കാൾഡ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരാഡിഗം. എക്സാമ്പിൾ C++, ജാവ, എക്സെട്ര. ഇനി
പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിഗത്തിൻ്റെ ലിമിറ്റേഷൻസ് ആയിരുന്നു. അപ്പോൾ ആദ്യമകാലത്തൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാരഡിഗംസ് എന്ന് പറയുന്നത് പ്രൊസീജിയറൽ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആയിരുന്നു. അപ്പോൾ അതിനുണ്ടാകുന്ന ചില ലിമിറ്റേഷൻസ്, ചില പോരായ്മകളാണ് ലിമിറ്റേഷൻസ് ഓഫ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിഗം. ഇതൊക്കെയാണ്. ഫസ്റ്റ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഡേറ്റ ഈസ് അണ്ടർ വാല്യൂഡ്. ഡേറ്റയ്ക്ക് യാതൊരു വിധത്തിലുള്ള പ്രാധാന്യവുമില്ല. ഡേറ്റ എന്ന് പറയുന്നത് അണ്ടർ വാല്യൂഡ് ആണ്. ഡേറ്റ ഈസ് അണ്ടർ വാല്യൂഡ്. ഡേറ്റയ്ക്ക് യാതൊരു വിധത്തിലുള്ള പ്രാധാന്യവും കൊടുക്കാറില്ല ഇതിനകത്ത്, പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിഗത്തിനകത്ത്. രണ്ടാമത്തത് ആഡിങ് ന്യൂ ഡേറ്റ എലമെൻറ്റ് നീഡ്സ് മോഡിഫിക്കേഷൻ ടു ഫങ്ഷൻ. നമ്മൾ ആ ഒരു പ്രോഗ്രാം, പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമുകളെല്ലാം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഫങ്ഷൻസ് ആയിട്ടാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പുതിയ ഡേറ്റ എലമെൻറ്റ് ആഡ് ചെയ്യുകയാണ് എങ്കിൽ ആ പ്രോഗ്രാമിനകത്ത് വരുന്ന മിക്കവാറുമുള്ള എല്ലാ ഫങ്ഷനും മോഡിഫിക്കേഷൻ ആവശ്യമായി വരും. അതാണ് രണ്ടാമത്തത്. ആഡിങ് ന്യൂ ഡേറ്റ എലമെൻറ്റ്സ് നീഡ് മോഡിഫിക്കേഷൻ ടു ഫങ്ഷൻ. ആഡിങ് ന്യൂ ഡേറ്റ എലമെൻറ്റ് നീഡ്സ് മോഡിഫിക്കേഷൻ ടു ഫങ്ഷൻ. ഫങ്ഷൻ എല്ലാം മോഡിഫൈ ചെയ്യേണ്ടതായിട്ട് വരും എപ്പോൾ പുതിയ ഡേറ്റ എലമെൻറ്റ്സ് എന്ത് ചെയ്യുന്ന സമയത്ത്, ആഡ് ചെയ്യുന്ന സമയത്ത്. മൂന്നാമത്തത് ഡിഫിക്കൽട്ട് ടു ക്രിയേറ്റ് ന്യൂ ഡേറ്റ ടൈപ്സ്. പുതിയ ഡേറ്റ ടൈപ്പുകൾ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിഗത്തിനകത്ത് ഡിഫിക്കൽട്ടായിരുന്നു, വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. അപ്പോൾ ഡിഫിക്കൽട്ട് ടു ക്രിയേറ്റ് ന്യൂ ഡേറ്റ ടൈപ്സ്, പുതിയ ഡേറ്റ ടൈപ്പുകൾ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായിരുന്നു. നാലാമത്തത് പുവർ മോഡലിംഗ്. വളരെ മോശമായ രീതിയിലുള്ള മോഡലിംഗ് ആയിരുന്നു അതിനകത്തുള്ളത്, പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിഗത്തിനകത്തുള്ളത്. അപ്പോൾ ലിമിറ്റേഷൻസ് ഓഫ് പോപ്പ് ചോദിച്ചാൽ ഡേറ്റ ഈസ് അണ്ടർ വാല്യൂഡ്. ഡേറ്റ എന്ന് പറയുന്നത് അണ്ടർ വാല്യൂഡാണ്. ഡേറ്റയ്ക്ക് യാതൊരു വിധത്തിലുള്ള പ്രാധാന്യവും നൽകാറില്ല. ആഡിങ് ന്യൂ ഡേറ്റ എലമെൻറ്റ് നീഡ്സ് മോഡിഫിക്കേഷൻ ടു ഫങ്ഷൻ. എല്ലാ പുതിയ ഡേറ്റ എലമെൻറ്റുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫങ്ഷൻ എല്ലാം മോഡിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. ഡിഫിക്കൽട്ട് ടു ക്രിയേറ്റ് ന്യൂ ഡേറ്റ ടൈപ്സ്. പുതിയ ഡേറ്റ ടൈപ്പുകൾ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായിരുന്നു. പുവർ മോഡലിംഗ് എന്ന് പറയുന്നത് വളരെ മോശമായ രീതിയിലുള്ള മോഡലിംഗ് ആയിരുന്നു അതിനകത്തുള്ളത്, ഈ പറഞ്ഞ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിഗത്തിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനെ ഈ പറഞ്ഞ ലിമിറ്റേഷൻസ് എല്ലാം ഓവർകം ചെയ്ത് വന്നതായിരുന്നു ഏത്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിഗംസ്. അതായത് അവിടെ പ്രാധാന്യം കൊടുത്തത് ഒബ്ജക്റ്റിനായിരുന്നു, ഡേറ്റയ്ക്കായിരുന്നു പ്രാധാന്യം കൊടുത്തത്, പ്രൊസീജിയറിന് പ്രാധാന്യം കുറവായിരുന്നു. അപ്പോൾ അതിനുണ്ടായിരുന്ന അഡ്വാൻറ്റേജസ് ആണ്. അപ്പം അഡ്വാൻറ്റേജസ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിഗത്തിൻ്റെ അഡ്വാൻറ്റേജസ്. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് പറയുന്നത് ഈസി ടു മെയിൻറ്റെയിൻ ആൻഡ് മോഡിഫൈ കോഡ് മെയിൻറ്റെയിൻ ചെയ്യാനും മോഡിഫൈ ചെയ്യാനും എളുപ്പമാണ്. ഈസി ടു മെയിൻറ്റെയിൻ ആൻഡ് മോഡിഫൈ പ്രോഗ്രാം കോഡുകൾ മെയിൻറ്റെയിൻ ചെയ്യാനും മോഡിഫൈ ചെയ്യാനും എളുപ്പമായിരുന്നു. രണ്ടാമത്തത് പ്രൊവൈഡ്സ് മോഡുലാർ സ്ട്രക്ചർ ഫോർ പ്രോഗ്രാംസ്. പ്രോഗ്രാമിന് ഒരു മോഡുലാർ സ്ട്രക്ചർ എന്ത് ചെയ്യും, പ്രൊവൈഡ്സ് മോഡുലാർ സ്ട്രക്ചേഴ്സ് ഫോർ പ്രോഗ്രാംസ്. മൂന്നാമത്തത് കോഡ് ഷെയറിങ്. കോഡുകൾ എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാനായിട്ട് പറ്റും. അതാണ് മൂന്നാമത്തെ പോയിന്റ്, കോഡ് ഷെയറിങ്. നാലാമത്തത് ഇൻഫർമേഷൻ ഹൈഡിങ്. നമുക്ക് വേണ്ടപ്പെട്ട ഇൻഫർമേഷനൊക്കെ, ആവശ്യമുള്ള ഇൻഫർമേഷനൊക്കെ എന്ത് ചെയ്ത് വെക്കാം, ഹൈഡ് ചെയ്ത് വെക്കാം, ഇൻഫർമേഷൻ ഹൈഡിങ്. അഞ്ചാമത്തത് ഇറ്റ് ഇംപ്ലിമെൻറ്റ്സ് റിയൽ ലൈഫ് സിനാരിയോസ്. പുതിയ ലൈഫ് സിനാരിയോസിനെ എന്ത് ചെയ്യാൻ പറ്റും, നടപ്പിലാക്കാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ ഇതായിരുന്നു അഡ്വാൻറ്റേജസ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. എന്തൊക്കെയായിരുന്നു, ഈസി ടു മെയിൻറ്റെയിൻ ആൻഡ് മോഡിഫൈ കോഡ്. അല്ലെങ്കിൽ കോഡുകൾ മോഡിഫൈ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും എളുപ്പമായിരുന്നു. പ്രൊവൈഡ് മോഡുലാർ സ്ട്രക്ചർ ഫോർ പ്രോഗ്രാംസിന് മോഡുലാർ സ്ട്രക്ചറുകൾ പ്രൊവൈഡ് ചെയ്യും. കോഡ് ഷെയറിങ്. കോഡുകൾ എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാൻ പറ്റും. ഇൻഫർമേഷൻ ഹൈഡിങ്. ഇൻഫർമേഷനുകൾ ഹൈഡ് ചെയ്ത് വെക്കാം. ഇംപ്ലിമെൻറ്റ്സ് റിയൽ ലൈഫ് സിനാരിയോസ്. പുതിയ ലൈഫ് സിനാരിയോസ് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതായിരുന്നു ഈ പറഞ്ഞ അഡ്വാൻറ്റേജസ് ഓഫ് അപ്പം പ്രോഗ്രാമിംഗ് പാരഡിഗം ചോദിച്ചാൽ ദ വേ ഓഫ് ഓർഗനൈസിങ് പ്രോഗ്രാംസ് ആർ കാൾഡ് പ്രോഗ്രാമിംഗ് പാരഡിഗംസ്. It is classified into two types, procedure oriented programming paradigms and object oriented programming paradigms. In procedure oriented programming paradigms, my focus is given to procedure rather than data. Example, C and COBOL. In object oriented programming paradigm, focus is given to object or data rather than procedure. Example C++ and Javas. ഇനി ലിമിറ്റേഷൻസ് ഓഫ് പോപ്പ് ആയിരുന്നു. ലിമിറ്റേഷൻസ് ചോദിച്ചാൽ ഡേറ്റ ഈസ് അണ്ടർ വാല്യൂഡ്. ഡേറ്റ എന്ന് പറയുന്നത് അണ്ടർ വാല്യൂ ചെയ്യും. ആഡിങ് ന്യൂ ഡേറ്റ എലമെൻറ്റ്സ് നീഡ് മോഡിഫിക്കേഷൻ ടു ഫങ്ഷൻസ്. മൂന്നാമത്തത് ഡിഫിക്കൽട്ട് ടു ക്രിയേറ്റ് ന്യൂ ഡേറ്റ ടൈപ്സ്.
4 പുവർ മോഡലിംഗ്. അപ്പോൾ ഈ ഒരു ഡിസഡ്വാൻറ്റേജസ് ഈ പറഞ്ഞ 4 ലിമിറ്റേഷൻസ് ആയിരുന്നു ഈ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിനുണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് വന്നതായിരുന്നു ഏത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. അങ്ങനെ ഓവർകം ചെയ്തു വന്ന ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിന് ഉണ്ടായിരുന്ന അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നതൊക്കെയായിരുന്നു. ഒന്ന്, ഈസി ടു മെയിൻറ്റെയിൻ ആൻഡ് മോഡിഫൈ കോഡുകൾ മെയിൻറ്റെയിൻ ചെയ്യാനും മോഡിഫൈ ചെയ്യാനും ഈസി ആയിരുന്നു. പ്രൊവൈഡ് മോഡുലാർ സ്ട്രക്ചർ ഓഫ് പ്രോഗ്രാംസ്, പുതിയ പ്രോഗ്രാംസിന് ഒരു മോഡുലാർ സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യാൻ കഴിഞ്ഞു. കോഡ് ഷെയറിങ്, കോഡുകൾ എന്ത് ചെയ്യാൻ പറ്റി, ഷെയർ ചെയ്യാൻ പറ്റി. ഇൻഫർമേഷൻ ഹൈഡിങ്, ഇൻഫർമേഷനുകൾ ഹൈഡ് ചെയ്യാൻ പറ്റി. ഇംപ്ലിമെൻറ്റ്സ് റിയൽ ലൈഫ് സിനാരിയോസ്, പുതിയ ലൈഫ് സിനാരിയോസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റി. ഇതായിരുന്നു എന്ത്, അഡ്വാൻറ്റേജസ് ഓഫ് ഊപ്സ്. അപ്പോൾ ഇതാണ് പ്രോഗ്രാമിംഗ് പാരഡിഗംസ്. 2 ടൈപ്പ്, പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആൻഡ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പോപ്പും ഊപ്പും തമ്മിലുള്ളൊരു ഡിഫറൻസ് ആണ് പഠിക്കാനുള്ളത്. ഡിഫറൻസ് എന്ന് പറയുന്നതിനകത്തൊക്കെ പറഞ്ഞു തന്നെയാണ്. ഫസ്റ്റ് ഡിഫറൻസ്, പോപ്പിൽ പറയുമ്പോൾ എന്ത് പറയും, ഫോക്കസ് ഈസ് ഗിവൻ ടു ദി പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിനകത്ത് ഫോക്കസ് കൊടുക്കുന്ന ആർക്കാണ്, പ്രൊസീജിയറിനാണ്. എന്നാൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിനകത്ത് ഫോക്കസ് കൊടുക്കുന്നത് ഡേറ്റയ്ക്കാണ്. അപ്പോൾ ഫോക്കസ് ഈസ് ഗിവൻ ടു പ്രൊസീജിയർ, ഫോക്കസ് ഈസ് ഗിവൻ ടു ഡേറ്റ. ഇനി രണ്ടാമത്തത്, ഡേറ്റ ഈസ് നോട്ട് സെക്യൂർ. പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിനകത്ത് ഡേറ്റയ്ക്ക് ഒരു സെക്യൂരിറ്റിയും ഇല്ല. പക്ഷേ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിനകത്ത് ഡേറ്റ ഈസ് സെക്യൂർ. ഡേറ്റ എന്ന് പറയുന്നത് എന്താണ്, സെക്യൂർ ആണ്. അതാണ് രണ്ടാമത്തത്, ഡേറ്റ ഈസ് നോട്ട് സെക്യൂർ, ഡേറ്റ ഈസ് സെക്യൂർ. ഇനി പ്രോഗ്രാംസ് എന്ന് പറയുന്നത്, പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാംസ് ആർ ഡെവലപ്ഡ് ഇൻ ടു ഫങ്ഷൻസ്. ഫങ്ഷൻ്റെ രൂപത്തിലാണ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാംസുകൾ എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാംസ് ആർ ഡെവലപ്ഡ് ഇൻ ടു ഒബ്ജക്ട്സ്. ഒബ്ജക്ട്സുകളുടെ രൂപത്തിലാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമുകൾ എന്ത് ചെയ്തെടുക്കുന്നത്, ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ പോപ്പ് ആൻഡ് ഊപ്പ്. ഒരു 3 ഡിഫറൻസ് ആണ്. ഒന്നാമത്തെ ഡിഫറൻസ്, പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിനകത്ത് ഫോക്കസ് ഈസ് ഗിവൻ ടു പ്രൊസീജിയർ. പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിൽ ഫോക്കസ് എപ്പോഴും കൊടുക്കുന്ന ആർക്കാണ്, പ്രൊസീജിയറിനാണ്. എന്നാൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിനകത്ത് ഫോക്കസ് ഈസ് ഗിവൻ ടു ഒബ്ജക്ട്സ്. ഫോക്കസ് കൊടുക്കുന്നത് ഒബ്ജക്റ്റിനാണ്. പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിനകത്ത് ഡേറ്റ ഈസ് നോട്ട് സെക്യൂർ. ഡേറ്റ എന്തല്ല, സെക്യൂർ അല്ല. ഡേറ്റയ്ക്ക് യാതൊരു വിധത്തിലുള്ള സെക്യൂരിറ്റിയും ഇല്ല. എന്നാൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആകുമ്പോഴത്തേക്ക് ഡേറ്റ ഈസ് സെക്യൂർ. ഡേറ്റ ബിക്കം എന്താവും, സെക്യൂർ ആവും. ഡേറ്റയ്ക്ക് നല്ല സെക്യൂരിറ്റി ഉണ്ടാകും. മൂന്നാമത്തെ പോയിന്റ്, പ്രോഗ്രാംസ് ആർ ഡെവലപ്ഡ് ഇൻ ടു ഫംഗ്ഷൻ ഇൻ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. പോപ്പിനകത്ത് പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യുന്നത് ഫംഗ്ഷൻ്റെ രൂപത്തിലാണ്. എന്നാൽ ഇൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പ്രോഗ്രാംസ് ആർ ഡെവലപ്ഡ് ഇൻ ടു ഒബ്ജക്ട്സ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിനകത്ത് പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുന്നത് ഒബ്ജക്ട്സിൻ്റെ രൂപത്തിലാണ്. ഇനിയും വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിനകത്ത് അപ്രോച്ച് ഈസ് ടോപ്പ് ഡൗൺ അപ്രോച്ച്. പോപ്പിനകത്ത് അപ്രോച്ച് എപ്പോഴും ടോപ്പ് ഡൗൺ അപ്രോച്ചാണ്. എന്നാൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിനകത്ത് അപ്രോച്ച് എന്ന് പറയുന്നത് ബോട്ടം അപ്പ് അപ്രോച്ചാണ്. അതുപോലെ തന്നെ ഇറ്റ് ഡസ് നോട്ട് മോഡൽ റിയൽ വേൾഡ് ഒബ്ജക്ട്സ്. അപ്പം പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിനകത്ത് നമുക്ക് റിയൽ വേൾഡ് മോഡൽസിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, മോഡൽ ചെയ്യാൻ പറ്റില്ല. റിയൽ വേൾഡ് ഒബ്ജക്ട്സിനെ മോഡൽ ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിനകത്ത് ഇറ്റ് മോഡൽ റിയൽ വേൾഡ് ഒബ്ജക്ട്സിനെ മോഡൽ ചെയ്യാൻ പറ്റും. അപ്പോൾ 5 ഡിഫറൻസ്, അതിന് 3 എങ്കിലും പഠിച്ചിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് പോപ്പും ഊപ്പും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ എന്തൊക്കെയായിരുന്നു, ഒന്ന്, ഫോക്കസ് ഈസ് ഗിവൻ ടു പ്രൊസീജിയർ. പോപ്പിനകത്ത് ഫോക്കസ് ഈസ് ഗിവൻ ടു പ്രൊസീജിയർ. ഊപ്പിനകത്ത് ഫോക്കസ് ഈസ് ഗിവൻ ടു ഡേറ്റ. ഡേറ്റയ്ക്കാണ് എന്ത് കൊടുക്കുന്നത്, ഫോക്കസ് കൊടുക്കുന്നത്. ഡേറ്റ ഈസ് നോട്ട് സെക്യൂർ. മറ്റേതിനകത്ത് ഡേറ്റ ഈസ് സെക്യൂർ. ഇനി ടോപ്പ് ഡൗൺ അപ്രോച്ച്, മറ്റടുത്ത് ബോട്ടം അപ്പ് അപ്രോച്ച്. ഇപ്പോൾ പ്രോഗ്രാംസ് ആർ ഡെവലപ്ഡ് ഇൻ ടു ഫങ്ഷൻസ്. പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യുന്നത് ഫങ്ഷൻസിൻ്റെ രൂപത്തിലാണ്. മറ്റടുത്ത് പ്രോഗ്രാംസ് ആർ ഡെവലപ്ഡ് ഇൻ ടു ഒബ്ജക്ട്സ്. പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യുന്നത് ഒബ്ജക്ട്സിൻ്റെ രൂപത്തിലാണ്. ഇറ്റ് ഡസ് നോട്ട് മോഡൽ റിയൽ വേൾഡ് ഒബ്ജക്ട്സ്. റിയൽ വേൾഡ് ഒബ്ജക്ട്സിനെ മോഡൽ ചെയ്യാറില്ല. മറ്റാണെങ്കിൽ ഇറ്റ് മോഡൽ ദി റിയൽ വേൾഡ് ഒബ്ജക്ട്സ്. റിയൽ വേൾഡ് ഒബ്ജക്ട്സിനെ എന്ത് ചെയ്യും, മോഡൽ ചെയ്യും. അപ്പോൾ ഇതാണെന്ത്, പോപ്പും ഊപ്പും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഇതാണ് ആ ടോപ്പിക്ക്, പ്രോഗ്രാമിംഗ് പാരഡിഗം. പ്രോഗ്രാമിംഗ് പാരഡിഗം എന്തെന്ന് വെച്ചാൽ ദ വേ ഓഫ് ഓർഗനൈസിങ് പ്രോഗ്രാംസ് ആർ കാൾഡ് പ്രോഗ്രാമിംഗ് പാരഡിഗം, ഓർ ദി സ്റ്റൈൽ ഓഫ് ഓർഗനൈസിങ് പ്രോഗ്രാംസ് ആർ കാൾഡ് പ്രോഗ്രാമിംഗ് പാരഡിഗംസ്. ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 2 types, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിഗംസ് ആൻഡ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിഗം. ഇത് രണ്ടും നമ്മളിവിടെ രണ്ടും സ്പെസിഫൈ ചെയ്ത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ C++ എന്ന് പറയുന്ന ലാംഗ്വേജ് ഫോളോസ് ബോത്ത് ദി പാരഡിഗം. C++ ലാംഗ്വേജിൻ്റെ പ്രത്യേകതയാണ്, C++നകത്ത് ചെറിയ ചെറിയ പ്രോഗ്രാംസുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഫോളോസ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിഗംസും. എന്നാൽ വലിയ വലിയ പ്രോഗ്രാമുകളാണ് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ബിക്കംസ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ്. അപ്പം
ഡാഷ് ലാംഗ്വേജ് ഫോളോസ് ബോത്ത് പോപ്പ് ആൻഡ് ലൂപ്പ് എന്ന് ചോദിച്ചാൽ C++ ലാംഗ്വേജ് ഫോളോസ് ബോത്ത് പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആൻഡ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. ഇനി എന്താണ് പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന് വെച്ചാൽ ഇൻ പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ഫോക്കസ് ഈസ് ഗിവൺ ടു പ്രൊസീജിയർ റാദർ ദാൻ ഡേറ്റ. ഫോക്കസ് കൊടുക്കുന്നത് പ്രൊസീജിയറിനാണ്. ആരേക്കാൾ? ഡേറ്റയേക്കാൾ ഫോക്കസ് ഈസ് ഗിവൺ ടു പ്രൊസീജിയർ. എക്സാമ്പിൾ ചോദിച്ചാൽ ആ ലാംഗ്വേജ് അത് മാത്രം ഫോളോ ചെയ്യുന്ന ലാംഗ്വേജിന് എക്സാമ്പിൾ സിയും കോബോളുമാണ്. സിയും കോബോളും പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. എന്നാൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ചോദിച്ചാൽ ദ ഫോക്കസ് ഈസ് ഗിവൺ ടു ഒബ്ജക്ട്സ് റാദർ ദാൻ പ്രൊസീജിയർ. ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുകയും പ്രൊസീജിയറിന് പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. അതിന് എക്സാമ്പിൾ ചോദിച്ചാൽ C++ഉം ജാവയും. പിന്നെ പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിൻ്റെ ലിമിറ്റേഷൻസ് ആയിരുന്നു 4 ലിമിറ്റേഷൻസ്. ഒന്ന് ഡേറ്റ ഈസ് അണ്ടർ വാല്യൂഡ്. ഡേറ്റ എന്ന് പറയുന്നത് അണ്ടർ വാല്യൂ ചെയ്യപ്പെടും. ആഡിങ് ന്യൂ ഡേറ്റ എലമെന്റ് നീഡ്സ് മോഡിഫിക്കേഷൻ ടു ഫംഗ്ഷൻ. പുതിയ എലമെൻറ്റുകൾ ആഡ് ചെയ്യുമ്പോൾ ഫംഗ്ഷനുകളെല്ലാം മോഡിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. ഡിഫിക്കൽട്ട് ടു ക്രിയേറ്റ് ന്യൂ ഡേറ്റ ടൈപ്സ്. പുതിയ ഡേറ്റ ടൈപ്പുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പുവർ മോഡലിംഗ് വളരെ പുവറായിരുന്നു. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാം ആയപ്പോഴത്തേക്ക് അതിന് ചില അഡ്വാൻറ്റേജസ് ഉണ്ട്. അതിൽ ആദ്യത്തെ അഡ്വാൻറ്റേജ് ഇതാണ്, ഈസി ടു മെയിൻറ്റെയിൻ ആൻഡ് മോഡിഫൈ കോഡുകൾ മെയിൻറ്റെയിൻ ചെയ്യാനും മോഡിഫൈ ചെയ്യാനും എളുപ്പമായിരുന്നു. പ്രൊവൈഡ് മോഡുലാർ സ്ട്രക്ചർ ഫോർ പ്രോഗ്രാംസ്. പ്രോഗ്രാമിനൊരു മോഡുലാർ സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യും. കോഡ് ഷെയറിംഗ്. കോഡുകൾ എന്ത് ചെയ്യാൻ പറ്റും? ഷെയർ ചെയ്യാൻ പറ്റും. ഇൻഫർമേഷൻ ഹൈഡിങ്. ഇൻഫർമേഷനുകൾ ഹൈഡ് ചെയ്ത് വെക്കാം. ഇറ്റ് ഇംപ്ലിമെൻറ്റ്സ് റിയൽ ലൈഫ് സിനാരിയോസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതായിരുന്നു അഡ്വാൻറ്റേജസ് ഓഫ് ഹൂപ്സ്. ഇനി അത് രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ ആയിരുന്നു, പോപ്പും മൂപ്പും തമ്മിലുള്ള കമ്പാരിസൺ. അപ്പോൾ പോപ്പ് പറയുമ്പോഴത്തേക്ക് എന്ത് പറയും? പോപ്പ് എന്ന് പറയും പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിനകത്ത് എന്തൊക്കെ പറയും? ഫോക്കസ് ഈസ് ഗിവൺ ടു പ്രൊസീജിയർ. ഫോക്കസ് കൊടുക്കുന്ന ആർക്കാണ്? പ്രൊസീജിയറിനാണ്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് ആകുമ്പോഴോ ഫോക്കസ് ഈസ് ഗിവൺ ടു ഒബ്ജക്ട്സ്. ഇനി പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിനകത്ത് ഡേറ്റ ഈസ് നോട്ട് സെക്യൂർ. ഡേറ്റ എന്ന് പറയുന്നത് എന്തല്ല? സെക്യൂർ അല്ല. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാം ആകുമ്പോഴോ ഡേറ്റ ഈസ് സെക്യൂർ. ഡേറ്റ സെക്യൂർ ആണ്. ഇനി പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിനകത്ത് അപ്രോച്ച് ഏതായിരുന്നു? പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഫോളോസ് ടോപ്പ് ഡൗൺ അപ്രോച്ച് ആയിരുന്നു. എന്നാൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാം ആകുമ്പോഴത്തേക്ക് അപ്രോച്ച് ബോട്ടം അപ്പ് അപ്രോച്ച് ആവും. എന്തായിട്ട് മാറും? ബോട്ടം അപ്പ്. ഇനി ഇറ്റ് ഡസ് നോട്ട് മോഡൽ റിയൽ വേൾഡ് ഒബ്ജക്ട്സിനെ പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിനകത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല? മോഡൽ ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് മോഡൽസ് റിയൽ വേൾഡ് ഒബ്ജക്ട്സിനെ എന്ത് ചെയ്യാൻ പറ്റും? മോഡൽ ചെയ്യാൻ പറ്റും. അടുത്ത പോയിന്റ്, പ്രോഗ്രാംസ് ആർ ഡെവലപ്ഡ് ഇൻ ടു ഫങ്ഷൻസ്. പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിനകത്ത് പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യുന്നത് എന്തിൻ്റെ രൂപത്തിലാണ്? ഫങ്ഷൻ്റെ രൂപത്തിലാണ്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിനകത്ത് പ്രോഗ്രാംസ് ആർ ഡെവലപ്ഡ് ഇൻ ടു ഒബ്ജക്ട്സ്. പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യുന്നത് എന്തിൻ്റെ രൂപത്തിലാണ്? ഒബ്ജക്ട്സിൻ്റെ രൂപത്തിലാണ്. അപ്പോൾ ഇതാണെന്ത്? പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങും അതുപോലെ തന്നെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങും. പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആൻഡ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. ഇനി അടുത്ത പഠിക്കാനുള്ളത് ഈ പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ കൺസെപ്റ്റിനെ കുറിച്ചാണ്. അപ്പം ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിന് പ്രധാനമായും 7 കൺസെപ്റ്റുകളാണ്. 7 കൺസെപ്റ്റുകൾ. ഒന്നാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ഒബ്ജക്റ്റ്. രണ്ടാമത്തത് ക്ലാസ്. 3 ഡേറ്റ അബ്സ്ട്രാക്ഷൻ. 4ാമത്തത് ഡേറ്റ എൻക്യാപ്സുലേഷൻ. 5ാമത്തത് മോഡുലാരിറ്റി. 6 ഇൻഹെറിറ്റൻസ്. 7 പോളിമോർഫിസം. അപ്പോൾ ഇതാണെന്ത്? കൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. ഏതൊക്കെയായിരുന്നു കൺസെപ്റ്റ്? 1 ഒബ്ജക്ട്സ്, 2ാമത്തത് ക്ലാസ്, 3 ഡേറ്റ അബ്സ്ട്രാക്ഷൻ, ഡേറ്റ എൻക്യാപ്സുലേഷൻ, മോഡുലാരിറ്റി, ഇൻഹെറിറ്റൻസ് ആൻഡ് പോളിമോർഫിസം ആർ ദി കൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ കൺസെപ്റ്റുകൾ ഏതൊക്കെയായിരുന്നു? 1 ഒബ്ജക്റ്റ്, 2 ക്ലാസ്, 3 ഡേറ്റ അബ്സ്ട്രാക്ഷൻ, ഡേറ്റ എൻക്യാപ്സുലേഷൻ, മോഡുലാരിറ്റി, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം ആർ ദി കൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ കൺസെപ്റ്റുകൾ. ഇതാണെന്ത്? ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിൻ്റെ 7 കൺസെപ്റ്റ്. ഇതിൽ ഓരോ കൺസെപ്റ്റിനെയും കുറിച്ചാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ ആദ്യത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റാണ്. എന്താണ് ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ? ഒബ്ജക്ട്സ് ആർ റിയൽ വേൾഡ് തിങ്സ്.
വിത്ത് സം ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ബിഹേവിയർ. എന്തെങ്കിലും തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സും ബിഹേവിയറുമുള്ള ഒരു വസ്തുവിനെ പറയുന്ന പേരാണെന്ത്? ഒബ്ജക്ട്സ്. അപ്പോൾ ഒബ്ജക്ട്സ് ആർ റിയൽ വേൾഡ് തിങ്സ്. അതൊരു പേഴ്സൺ ആവാം, അല്ലെങ്കിൽ ഒരു ബുക്ക് ആവാം, എന്ത് വേണോ ആവാം. ഒരു ബിഹേവിയറും ഒരു ക്യാരക്ടറിസ്റ്റിക്സും വരുന്ന എന്തൊരു വസ്തുവിനെയും നമുക്ക് പറയാം എന്തെന്ന്? ഒബ്ജക്ട്സ്. അപ്പോൾ ഒബ്ജക്റ്റ് ഈസ് എ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ റിയൽ വേൾഡ് ഒബ്ജക്ട്സ് ആർ things that some characteristics and behavior. Objects are in real world objects are things that have some characteristics and behavior. അപ്പം ഒബ്ജക്റ്റ് കമ്പൈൻസ് ബോത്ത് ഡേറ്റ ആൻഡ് ഫങ്ഷൻസ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിനകത്ത് വരുന്ന കാര്യങ്ങളെന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിനകത്ത് ഡേറ്റയും അതുപോലെ തന്നെ എന്തുണ്ടാവും? ഫംഗ്ഷനും തമ്മിൽ കമ്പൈൻ ചെയ്യുന്നതാണ് ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഒരു വസ്തു എടുത്താൽ ആ വസ്തുവിന് അതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളുണ്ടാവും, അത് പെർഫോം ചെയ്താൽ ഫംഗ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഒബ്ജക്റ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഡേറ്റ ആൻഡ് ഫങ്ഷൻസ്. ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് ഒരു ഡേറ്റയുടെയും ഫംഗ്ഷൻ്റെയും കോമ്പിനേഷനാണ് എന്ന് പറയുന്നത് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്ജക്റ്റ് ഇൻ്ററാക്ട് വിത്ത് ഈച്ച് അതർ ബൈ സെൻഡിങ് മെസ്സേജസ്. മെസ്സേജുകൾ സെൻഡ് ചെയ്തായിരിക്കും ഒബ്ജക്റ്റുകൾ എന്ത് ചെയ്യുന്നത്? ഇൻ്ററാക്ട് ചെയ്യുന്നത്. അപ്പോൾ അതേ ഇൻ്ററാക്ട് വിത്ത് ഈച്ച് അതർ ബൈ സെൻഡിങ് മെസ്സേജസ്. അപ്പോൾ അതാണെന്ത്? ഒബ്ജക്ട്സ്. അപ്പോൾ ഒബ്ജക്ട്സ് ആർ റിയൽ വേൾഡ് തിങ്സ് വിത്ത് സം ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ബിഹേവിയർ. എന്തെങ്കിലും ക്യാരക്ടറിസ്റ്റിക്സും ബിഹേവിയറുമുള്ള വസ്തുക്കളെ പറയുന്ന പേരാണെന്ത്? ഒബ്ജക്ട്സ്. they interact with each other by sending messages. മെസ്സേജുകൾ സെൻഡ് ചെയ്ത് അവരെന്ത് ചെയ്യും? they interact. It is a combination of data and functions. ഡേറ്റയും ഫംഗ്ഷൻ്റെയും കോമ്പിനേഷനെ പറയുന്ന പേരാണെന്ത്? ഒബ്ജക്ട്സ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ കൺസെപ്റ്റ്, ഒബ്ജക്ട്സ്. അപ്പോൾ ഒബ്ജക്ട്സ് ചോദിച്ചാൽ ഒബ്ജക്ട്സ് ആർ റിയൽ വേൾഡ് തിങ്സ് വിത്ത് സം ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ബിഹേവിയർ. It interact with each other by sending messages. It is a combination of ഡേറ്റ ആൻഡ് ഫങ്ഷൻസ്. ഡേറ്റയുടെയും ഫങ്ഷൻസിൻ്റെയും കോമ്പിനേഷനാണ് എന്ന് പറയുന്നത് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. ഇതാണെന്ത്? ഒന്നാമത്തെ കൺസെപ്റ്റ്, ഒബ്ജക്ട്സ്. രണ്ടാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ക്ലാസ് ആണ്. ക്ലാസ് ഈസ് എ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്സ്. ക്ലാസ് എന്ന് പറയുന്നത് C++നകത്ത് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് എ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് വിച്ച് കണ്ടെയ്ൻ ബോത്ത് ഡേറ്റ ആൻഡ് ഫങ്ഷൻസ് ഓർ വിച്ച് ഈസ് എ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. ഒരു കൂട്ടം ഒബ്ജക്ട്സിൻ്റെ കളക്ഷനെ പറയുന്ന പേരാണെന്ത്? ക്ലാസ്. അപ്പം ഒരു ഫംഗ്ഷനും ഡേറ്റയുടെയും കളക്ഷൻ അല്ലെങ്കിൽ ഒബ്ജക്ട്സിൻ്റെ കളക്ഷൻ. അപ്പോൾ ക്ലാസ് ഈസ് എ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് വിച്ച് കണ്ടെയ്ൻ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. ഒരു കൂട്ടം ഒബ്ജക്ട്സിൻ്റെ കളക്ഷനെയാണെന്ന് പറയുന്നത് ക്ലാസ് എന്ന് പറയുന്നത്. സോ ഒബ്ജക്റ്റ് ഈസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് ക്ലാസ്. ഒബ്ജക്റ്റിനെ എന്തെന്ന് പറയാം? ക്ലാസിൻ്റെ ഇൻസ്റ്റൻസുകളാണ് എന്ന് പറയുന്നത് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. അപ്പം ക്ലാസിൻ്റെ ഇൻസ്റ്റൻസ് ആണെന്ത്? ഒബ്ജക്ട്സ്. അപ്പോൾ ഒബ്ജക്ട്സ് ആർ ഇൻസ്റ്റൻസ് ഓഫ് ക്ലാസ്. അപ്പം അതാണെന്ത്? ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസ് ഈസ് എ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. ക്ലാസ് എന്ന് പറയുന്നത് ഒരു കൂട്ടം ഒബ്ജക്ട്സിൻ്റെ കളക്ഷനാണ്. ഇറ്റ് ഈസ് ആൻ ഒബ്ജക്റ്റ് ഈസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് ക്ലാസ്. ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് ക്ലാസിൻ്റെ ഇൻസ്റ്റൻസ് ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബേർഡ് എന്ന് പറയുന്നത് ഒരു ബേർഡ്, ആനിമൽസ്, ഫ്രൂട്ട്സ് ഒക്കെ ഏതിന് എക്സാമ്പിളാണ്? ക്ലാസ്സിന് എക്സാമ്പിളാണ്. ക്ലാസ്സിന് എക്സാമ്പിളാണ് ഏത്? ബേർഡ്, ആനിമൽ, ഫ്രൂട്ട്സ്, ഇതൊക്കെ അതിന് എക്സാമ്പിളാണ്, ക്ലാസ്സിന് എക്സാമ്പിളാണ്. ഇപ്പോൾ നമ്മളൊരു ഫ്രൂട്ട് എടുക്കുകയാണെങ്കിൽ ആ ഫ്രൂട്ടിനകത്ത് വരുന്ന ഒരു ഒബ്ജക്റ്റ് ചോദിച്ചാൽ ഓറഞ്ച് ഈസ് ആൻ ഒബ്ജക്റ്റ് ഓഫ് ക്ലാസ് ഫ്രൂട്ട്. ഒബ്ജക്റ്റാണ് ഓറഞ്ച്. ആ ഓറഞ്ച് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് അടങ്ങുന്ന ക്ലാസ് ആണ് ഇത്? ഫ്രൂട്ട്. ആപ്പിൾ ഈസ് ആൻ ഒബ്ജക്റ്റ്. അതിൻ്റെ ക്ലാസ് ഈസ് അതിൻ്റെ ക്ലാസ് ചോദിച്ചാൽ ഫ്രൂട്ട് ഈസ് ദി ക്ലാസ്. അപ്പോൾ അതുപോലെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നതാണ്. ഒബ്ജക്റ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ക്ലാസ് എന്ന് പറയുന്നത് ക്ലാസ് ഈസ് എ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. ക്ലാസ് എന്ന് പറയുന്ന ഒരു കൂട്ടം ഒബ്ജക്ട്സിൻ്റെ കളക്ഷനാണ്. ഒരേ കണക്കുള്ള പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഒരേ കണക്കുള്ള ബിഹേവിയറും ക്യാരക്ടറിസ്റ്റിക്സുമുള്ള ഒരു കൂട്ടം ഒബ്ജക്ട്സിൻ്റെ കളക്ഷനെ പറയുന്ന പേരാണെന്ത്? ക്ലാസ്. സോ ഒബ്ജക്റ്റ് ഈസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് ക്ലാസ്. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ക്ലാസിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ആണ്. എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ എഴുതാൻ പറ്റുന്നതാണ്. ഇപ്പോൾ സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് ഈസ് ആൻ ഒബ്ജക്റ്റ്. അപ്പം ഒരു ബയോളജി സയൻസ് എന്ന് പറയുന്ന ഒരു സ്ട്രീം എടുത്താൽ ബയോളജി സയൻസ് ഈസ് എ ക്ലാസ് ആൻഡ് ആൾ ദി സ്റ്റുഡൻസ് ആർ ഒബ്ജക്ട്സ്. അതിനകത്ത് വരുന്ന ബയോളജി സയൻസ് പഠിക്കുന്ന കുട്ടികളെല്ലാം അതിൻ്റെ ഒബ്ജക്റ്റുകളാണ്. അതുപോലെ സ്കൂൾ എടുത്താൽ സ്കൂൾ ഈസ് എ ക്ലാസ്. അതിനകത്ത് വരുന്ന സ്റ്റുഡൻസും ടീച്ചേഴ്സും എല്ലാം അവിടുത്തെ എന്താണ്? ഒബ്ജക്ട്സ് ആണ്. അതായത് അങ്ങനെ നമുക്ക് ഒരുപാട് എക്സാമ്പിൾ ഏതിന് പറയാം? ക്ലാസ്സിനും ഒബ്ജക്ട്സിനും പറയാം. അപ്പോൾ ഒബ്ജക്റ്റ് എന്തെന്ന് വെച്ചാൽ ഒബ്ജക്റ്റ് ഇൻ റിയൽ വേൾഡ് ഇറ്റ് ഈസ് എ തിങ്സ് വിച്ച് സം ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ബിഹേവിയർ. അല്ലെങ്കിൽ ഇൻ റിയൽ വേൾഡ് തിങ്സ് വിത്ത് സം ക്യാരക്ടറിസ്റ്റിക്സ്. എന്തെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്സും ബിഹേവിയറുമുള്ള വസ്തുക്കളെ പറയുന്ന പേരാണെന്ത്? ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഡേറ്റ ആൻഡ് ഫംഗ്ഷൻ. ഒരു ഡേറ്റയുടെയും ഫംഗ്ഷൻ്റെയും കോമ്പിനേഷനാണ് എന്ന് പറയുന്നത് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഇൻറ്ററാക്ട് വിത്ത് ഈച്ച് അതർ ബൈ സെൻഡിങ് മെസ്സേജസ്. അവർ തമ്മിൽ ഇൻറ്ററാക്ട് ചെയ്യുന്ന എപ്പോഴും മെസ്സേജുകൾ സെൻഡ് ചെയ്തായിരിക്കും. അങ്ങനെയുള്ള ഒബ്ജക്ട്സിൻ്റെ കൂട്ടത്തെ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആർ കാൾഡ് ക്ലാസ്. ആ ഒബ്ജക്ട്സിൻ്റെ കൂട്ടത്തെ പറയുന്ന പേരാണെന്ത്? ക്ലാസ് എന്ന് പറയും.
അതുകൊണ്ട് തന്നെ പറയാം ഒബ്ജക്റ്റ് ഈസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് ക്ലാസ്. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ക്ലാസിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ ക്ലാസ് C++ൽ ക്ലാസ് ഈസ് എ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ്. C++ൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് ആണ്. എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ ബേർഡ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ്, ആനിമൽസ് ആർ എക്സാമ്പിൾസ് ഓഫ് ക്ലാസ്. ഇനി C++നകത്ത് ക്ലാസ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കീവേഡ് എന്ന് പറയുന്നത് ക്ലാസ് എന്ന കീവേഡാണ്. അപ്പോൾ C++ ക്ലാസ് ഈസ് ഡിക്ലെയർ യൂസിങ് ദി കീവേഡ് ക്ലാസ്. ഒരു ക്ലാസ്സിനകത്ത് പറഞ്ഞു കണ്ടെയ്ൻ ഫംഗ്ഷൻ ആൻഡ് ഡേറ്റയും അടങ്ങ് വരാറുണ്ട്, ഫംഗ്ഷനും വരാറുണ്ട്. ഫംഗ്ഷനിനെ ക്ലാസ് ഈസ് കാൾഡ് മെമ്പർ ഫംഗ്ഷൻ. ഒരു ക്ലാസ്സിനകത്ത് വരുന്ന ഫംഗ്ഷനെ പറയുന്ന പേര് മെമ്പർ ഫംഗ്ഷൻ എന്നാണ്. മെമ്പർ ഫംഗ്ഷൻ. ഡേറ്റയെ പറയും ഡേറ്റ മെമ്പർ. അപ്പോൾ ക്ലാസ് ഈസ് എ കളക്ഷൻ ഓഫ് മെമ്പർ ഫംഗ്ഷൻ ആൻഡ് ഡേറ്റ മെമ്പർ. ക്ലാസ് ഈസ് എ കളക്ഷൻ ഓഫ് മെമ്പർ ഫംഗ്ഷൻ ആൻഡ് ഡേറ്റ മെമ്പർ. അപ്പോൾ ഫംഗ്ഷൻ ഓഫ് എ ക്ലാസ് ഈസ് കാൾഡ് മെമ്പർ ഫംഗ്ഷൻ ആൻഡ് ഡേറ്റ ഈസ് കാൾഡ് ഡേറ്റ മെമ്പർ. ഇതാണെന്ത് രണ്ടാമത്തെ കൺസെപ്റ്റ് ക്ലാസ്.